പ്രിയ സുഹൃത്തുക്കളെ, നിളയുടെ പാട്ടുകാരൻ എന്ന എൻ്റെ ഒരു അനുസ്മരണ ലേഖനം, MTയെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു അനുസ്മരണ ലേഖനത്തെക്കുറിച്ചാണ് എന്നോടിവിടെ സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ലേഖനത്തിൽ നിന്ന് തുടങ്ങാം. നദിയുടെ പാട്ടുകാരൻ എന്ന് MTയെക്കുറിച്ച് പറയുമ്പോൾ അതിനു മുമ്പേ നദികളുടെ പാട്ടുകാരായ ചിലരെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. നദികൾ വളർത്തിയ ഒരുപാട് എഴുത്തുകാർ നമുക്കുണ്ട്. ഇത് കേരളത്തിൻ്റെയോ ഭാരതത്തിൻ്റെയോ മാത്രം കാര്യമല്ല. ലോകത്തിൽ തന്നെ സാഹിത്യകാരന്മാരുടെ പ്രചോദനമായി പല നദികളും ഒഴുകിയിട്ടുണ്ട്, ഇപ്പോഴും ഒഴുകുന്നുമുണ്ട്. നദികളുടെ പ്രചോദനം ലോക സാഹിത്യത്തെ ചരിത്രത്തിൻ്റെ പല വളവുതിരിവുകളിലേക്കും എത്തിച്ചിട്ടുണ്ട്. കയറ്റിറക്കങ്ങളിലൂടെ സമതലത്തിൻ്റെ രൂപഭംഗികളിലേക്കും ഭാവപരിസരങ്ങളിലേക്കും നമ്മെ അത് ആനയിച്ചിട്ടുണ്ട്. വില്യം ഷേക്സ്പിയർ അറിയപ്പെടുന്നത് തന്നെ ഏവൺ നദിയുടെ പാട്ടുകാരൻ, ദ ബാർഡ് ഓഫ് ഏവൺ എന്ന പേരിലാണ്. റോമിലെ വെർജിൽ, അദ്ദേഹം ഏകദേശം 70 BCE to 19 BCE ആണ്, എന്ന കവി ടൈബർ നദിയുടെ പ്രചോദനം ഉൾക്കൊണ്ട് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട് എന്നാണ് അറിവ്. പ്രസിദ്ധ റോമൻ കവിയായ ഓവിഡ്, അദ്ദേഹം 43 BCE to 17 BCE ആണ്, കാലം കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹം ഡാന്യൂബ് നദിയുടെ ഗായകനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് കവിതയിലെ കാൽപ്പനിക കാലഘട്ടത്തിലേക്ക് വന്നാൽ വില്യം വേർഡ്സ്വർത്ത് ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെയും ഡഡൺ നദിയുടെയും, ദാറ്റ് ഈസ് റിവർ ഡഡൺ, പ്രചോദനം ഉൾക്കൊണ്ട മഹാകവിയാണ്. അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായിരുന്ന കോളറിഡ്ജ് ആകട്ടെ ഓട്ടർ നദിയുടെ ആരാധകനായിരുന്നു. ലോർഡ് ബൈറൺ ടെംസ് നദിയുടെ കാമുകനായിരുന്നു. ഇത് ഇംഗ്ലണ്ടിൻ്റെ കാര്യം. അമേരിക്കൻ സാഹിത്യത്തിലേക്ക് കടന്നാൽ ഹെർമൻ മെൽവിൽ എന്ന നോവലിസ്റ്റ് ഹഡ്സൺ നദിയുടെ സ്വാധീനത്തിലായിരുന്നു. നമുക്ക് പ്രിയങ്കരനായ മാർക്ക് ട്വൈൻ മിസിസിപ്പി നദിയുടെ കാവൽക്കാരനായിരുന്നു. നമുക്ക് പരിചയമുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ കർത്താവായ മാർക്ക് ട്വൈൻ, ഹക്കിൾബറി ഫിന്നൊക്കെ എഴുതിയിട്ടുള്ള മാർക്ക് ട്വൈൻ, അദ്ദേഹത്തിൻ്റെ ഓരോ കഥയിലുമുണ്ട് ഈ മിസിസിപ്പി റിവർ. ജർമ്മൻ എഴുത്തുകാരനായ ഗഥെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് എങ്ങനെയാണ് മലയാളത്തിൽ ഉച്ചരിക്കുക എന്ന് ഇപ്പോഴും അറിയില്ല. ഗഥെ എന്നാണോ, ഗോഥെ എന്നാണോ, ഗത്തർ അങ്ങനെയാണോ, ഏതായാലും അദ്ദേഹം റൈൻ നദിയുടെ, റിവർ റൈൻ പൂജാരിയായിരുന്നു. ഫ്രഞ്ച് നോവലിസ്റ്റായ ഫ്ലോബർട്ട്, അദ്ദേഹം സീൻ നദിയുടെ പ്രണയിയായിരുന്നു. ഇങ്ങനെ നോക്കിയാൽ ലോകത്ത് പല എഴുത്തുകാരും അവരുടെ ജീവിതവും സാഹിത്യവും പല നദികളുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് കാണാം. പണ്ട് മുതലേ നമ്മളെല്ലാവരും പറയുന്നതാണല്ലോ ചരിത്ര പുസ്തകങ്ങളിലൂടെ, കേട്ട അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നദീതട സംസ്കാരം എന്ന്. ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായ കവിതയും എഴുത്തും എല്ലാം നദികളുടെ ദാനമാണ്. ഈ ഭാരതത്തിലേക്ക് വന്നാൽ വ്യാസനും വാൽമീകിക്കും കാളിദാസനും പ്രിയപ്പെട്ട നദികളുണ്ടായിരുന്നു എന്ന് നമ്മുടെ പുരാണങ്ങളും കാവ്യങ്ങളും എല്ലാം ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിലെ അനുഭവമാണെങ്കിൽ ഇവിടെ 44 നദിയും ഏറ്റെടുത്തിട്ടുള്ള എഴുത്തുകാരുടെ ഒരു വലിയ പട്ടിക തന്നെയുണ്ട്. ഓരോ നദീതീരത്തും 10ഓളം എഴുത്തുകാരും ഗായകരും കലാകാരന്മാരും ഉള്ളതായിട്ടാണ് അറിവ്. നമ്മൾ ഭാരതപ്പുഴ, ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൻ്റെ സ്വാധീനത്തിൽ ഭാരതപ്പുഷ എന്ന് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. നമ്മൾ ഭാരതപ്പുഴ എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന നിളാനദി പണ്ട് മുതലേ കവികളെ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. സമീപകാല ചരിത്രം പരിശോധിച്ചാൽ, സമീപം 400-500 വർഷത്തെ പഴക്കം പരിശോധിച്ചാൽ, തുഞ്ചത്തെഴുത്തച്ഛൻ മുതൽ വള്ളത്തോളിലൂടെ ആക്കിത്തത്തിലൂടെ C. രാധാകൃഷ്ണൻ വരെ ആ പട്ടിക നീളുന്നു. അതിനിടയിൽ കൂടല്ലൂർ എന്നൊരു ഗ്രാമമുണ്ട്. ഈ നിളക്കരയിലെ ഗ്രാമത്തിൽ ജനിച്ച MTയുടെ സ്ഥാനം വളരെ വലുതാണ്. MT നിളക്കരയിൽ ജനിച്ചു എന്ന് മാത്രമല്ല, നിളയുടെ പരിസരത്തിൽ ജീവിച്ചു മരിച്ച ഒരുപാട് ബന്ധുക്കളെയും
സുഹൃത്തുക്കളെയും സ്വന്തം കഥയിലെ കഥാപാത്രങ്ങളാക്കി എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം നഗരങ്ങളിലേക്ക് ചേക്കേറിയപ്പോഴും നെഞ്ചിൽ കൊണ്ടു നടന്നത് നിളയുടെ കുളിർമയും സൗമ്യതയും ആഴവും പരപ്പും ഒക്കെയാണ്. നിളയുമായി ബന്ധപ്പെട്ട ആദ്യകാല കഥകളിൽ ഒഴുകുന്നതും പരക്കുന്നതും വായനക്കാരെ വാരിപ്പുണരുന്നതും തണുപ്പിക്കുന്നതും തഴുകുന്നതും നിളയുടെ അനുഗ്രഹങ്ങൾ കൂടിയാണ്. കൂടല്ലൂരിൽ ജനിച്ച് ഭാരതം മുഴുവൻ നിറഞ്ഞു നിന്ന, പല രംഗങ്ങളിൽ തെളിഞ്ഞു നിന്ന MT വാസുദേവൻ നായർ നിളയുടെ ദാനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ നിര്യാണം നിളയ്ക്കും നിളാതീരത്തിനും മാത്രമല്ല മലയാളത്തിനും ഭാരതത്തിനും വലിയ നഷ്ടമാണ്. നിളക്കരയുടെ എഴുത്തുകാരൻ്റെ മനസ്സിൽ എപ്പോഴും നിള ഒഴുകിയിരുന്നു. കൂടല്ലൂരിൽ നിന്ന് പാലക്കാട്ട് പോയി പഠിക്കുമ്പോഴും ജോലിയുടെ ഭാഗമായി കോഴിക്കോട്ടേക്ക് മാറിയപ്പോഴും നിള മനസ്സിൽ ഉണ്ടായിരുന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലെ കുളിർമയും ആർദ്രതയും. കഥകളുടെയും നോവലുകളുടെയും ഇടവേളകളിൽ സിനിമയെ പ്രണയിച്ചപ്പോഴും നിളയുടെ വളവും തിരിവും അടിയൊഴുക്കും MTയുടെ എഴുത്തിൽ പ്രതിഫലിച്ചു. ഓളവും തീരവും കടവും നിളയും കടന്ന് എല്ലാം അതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. നിളയുടെ വരൾച്ചയും തകർച്ചയും അദ്ദേഹത്തെ വേദനിച്ചപ്പോൾ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാനും MT മുന്നിലുണ്ടായിട്ടുണ്ട്. യുവാവായിരിക്കുമ്പോൾ ഓരോ കഥ എഴുതി കഴിഞ്ഞാലും പുഴ കടന്ന് അക്കിത്തത്തെ കാണാൻ പോയിരുന്ന ഒരു MT ഉണ്ട്. കുമരനെല്ലൂർക്ക് പോയിരുന്ന ഒരു MT. അദ്ദേഹം പിന്നീട് കോഴിക്കോട്ടേക്ക് മാറിയപ്പോഴും മറ്റു സ്ഥലങ്ങളിലേക്ക് മാതൃഭൂമിയുടെ പത്രാധിപരായിട്ട് മാറിയപ്പോഴും വിദേശങ്ങളിൽ പോയപ്പോഴും അദ്ദേഹം നെഞ്ചിൽ കൊണ്ടു നടന്നത് തൻ്റെ നിളയെ മാത്രമായിരുന്നു. ഇനി നമുക്ക് MTയുടെ ആ നിളയുടെ സ്നേഹം, കഥകളിലൂടെ അദ്ദേഹം എങ്ങനെയൊക്കെ കൊണ്ടു നടന്നു, ആ കഥകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ കഥ മറ്റു കഥാകാരന്മാരുടെ കഥകളുമായി വെച്ച് നോക്കുമ്പോൾ, മറ്റു പ്രദേശങ്ങളിലെ, മറ്റു ദേശങ്ങളിലെ, വിദേശങ്ങളിലെ കഥകളായി വെച്ച് നോക്കുമ്പോൾ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചും ആലോചിക്കാം. മുല്ലക്കുടി വായനശാലയുടെ നേതൃത്വത്തിൽ MT അനുസ്മരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം അനുസ്മരണ യോഗങ്ങൾ ഉണ്ടായതും അനുസ്മരണ പ്രഭാഷണങ്ങളും അതുപോലെ അനുസ്മരണ ലേഖനങ്ങളും എല്ലാം ഉണ്ടായത് MTക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇതിനു മുമ്പേ ഒരു എഴുത്തുകാരന് വേണ്ടിയും ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഒരേ സ്മരണയുടെ വെളിച്ചത്തിൽ നീങ്ങിയിട്ടില്ല. ഇവിടെയും MTയുടെ സ്മരണയെ നമുക്ക് താലോലിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില കഥകളെക്കുറിച്ച് നമുക്ക് പറയാം. MTയുടെ കഥയിലെത്തുന്നതിന് മുമ്പേ MT എങ്ങനെയാണ് കഥയിലെത്തിയത് എന്ന് നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കണം. MT 20 വയസ്സ് മുതൽ കഥ എഴുതി തുടങ്ങിയിരിക്കുന്നു. 24 25 വയസ്സിനുള്ളിൽ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും നേടിയിട്ടുണ്ട്. അതിനുശേഷം ജ്ഞാനപീഠം വരെ ഒരുപാട് പുരസ്കാരങ്ങളുടെ ഘോഷയാത്രകൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. MT കോഴിക്കോട് ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുമ്പോഴാണ് അവിടെ പ്രമീള നായർ എന്നൊരു സഹാധ്യാപികയെ കണ്ടുമുട്ടുന്നത്. ഒരുപക്ഷെ ഇവരുടെ കണ്ടുമുട്ടലാവാം MTയെ വായനയുടെ വിശാലമായ ലോകത്തേക്ക് എത്തിച്ചതും അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ഇംഗ്ലീഷ് രൂപം കൊടുക്കാൻ അവർ മുന്നോട്ട് വന്നതും. അങ്ങനെ ഇത്രയേറെ പ്രശസ്തനായ MTക്ക് പിന്നിൽ പ്രമീള നായർ എന്ന ഒരു വായനക്കാരി ഉണ്ട് എന്ന് നമുക്ക് ഓർമ്മിക്കാം. അവർ വായനക്കാരിയല്ല, പിറകെ എഴുതി തുടങ്ങുകയും ചെയ്തു. ചില പ്രത്യേക സാഹചര്യങ്ങൾ അവർ പിരിയാനും ഇടയായി. അതൊക്കെ മറ്റൊരു പ്രശ്നം. എന്തായാലും കേരളത്തിലെ കഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിട്ടുള്ളത് വാസനാവികൃതി, വേങ്ങേൽ കുഞ്ഞിരാമൻ നായരുടെ. അതായത് അത് ഏകദേശം 1891 അപ്പോൾ അങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ 130-135 വർഷം പിന്നിട്ടിരിക്കുന്നു കഥ ഇന്നത്തെ നിലയിലേക്ക് എത്താൻ. MTയും
തൻ്റെ ആദ്യ കാലകഥകൾ നായർ തറവാടുകളെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ, കുട്ടിയേട്ടത്തെയും ഓപ്പോളും പടക്കവും ഒരു പിറന്നാളിൻ്റെ ഓർമ്മയൊക്കെ കഴിഞ്ഞ് ഷെർലക് വരെ അദ്ദേഹം എഴുതിയിട്ടുള്ള കഥകളുടെ ആ കാലവ്യത്യാസം അനുസരിച്ച് കഥയുടെ വികാസവും വളർന്നിരിക്കും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് MT അവരെ ഓർമ്മിക്കുന്നത്, പരിചയപ്പെടുത്തുന്നത് മലയാള കഥയുടെ രാജകുമാരൻ എന്ന രീതിയിലാണ്. അപ്പോൾ MT എഴുതുന്നതിന് മുമ്പ് നമുക്ക് കഥയെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ കരുതുന്നത് ഇന്ത്യയാണ് കഥകളുടെ രാജ്യം, പഞ്ചതന്ത്രവും കഥാസരിത്സാഗരവും ഒക്കെയാണ് ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട കഥകൾ. അതൊരു പ്രത്യേക ഉദ്ദേശത്തോടെ എഴുതപ്പെട്ടതാണ്. എന്നാൽ അതിനു മുമ്പേ കഥയുടെ ചരിത്രം പരിശോധിച്ചാൽ ഏൻഷ്യൻ മെസപ്പൊട്ടോമിയയിലും ഈജിപ്തിലും ഗ്രീസിലുമൊക്കെയാണ് കഥകൾ ഉണ്ടായത്. നമ്മുടെ പഞ്ചതന്ത്രം തുടങ്ങിയ കഥകൾക്ക് ക്രിസ്തുവിന് മുമ്പ് 200-250 വർഷത്തെ പഴക്കമേ ഉള്ളൂ. എന്നാൽ ഇതിന് മെസപ്പൊട്ടോമിയയിലെ ദ സുമേരിയൻ ടെയിൽ അങ്ങനെ ഒന്നുണ്ട്, ദ ഡിസെൻഡ് ഓഫ് ഇനാന. അതിനവർ പറയുന്നത് ക്രിസ്തുവിന് മുമ്പ് 2285 വർഷത്തെ പഴക്കമുണ്ട്. അതായത് ഏകദേശം 4000-ലധികം വർഷം. ഈജിപ്തിലാകട്ടെ ദ ഷിപ്രക് സെയിലർ എന്നൊരു കഥ ഉണ്ടായത് 1900 BC-യിലാണ്. അതിനും ഏകദേശം 4000 വർഷത്തെ പഴക്കമുണ്ട്. പിന്നെ ഗ്രീസിലേക്ക് വന്ന ദ ഫേബിൾസ് ഓഫ് ഈസപ്പ് കഥകൾ യൂറോപ്പ് മുഴുവൻ പരന്നതാണ്. നമുക്കതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈസപ്പ് കഥകൾക്കാണെങ്കിൽ 600 വർഷത്തെ പഴക്കം, അത് BC, ക്രൈസ്റ്റിന് മുമ്പേ 600 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഈ കഥാരൂപം നമുക്ക് ഉപദേശങ്ങൾ തരുന്നതിനും സതുദ്ദേശപരമായിട്ട് നമ്മെ നയിക്കുന്നതിനുമൊക്കെ പല രാജ്യങ്ങളിലായിട്ട് പല രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം ഓർമ്മിക്കണം. എന്നാൽ കഥ ഇന്നത്തെ രൂപത്തിൽ ആദ്യമായിട്ട് എത്തിയത് 19-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. അത് ഈ എഡ്ഗർ അലൻ പോ, നിക്കോളൈ ഗോഗോൾ തുടങ്ങിയിട്ടുള്ളവരാണ് ആദ്യം കഥകളുടെ ഈ പുതിയ രൂപത്തെ നമുക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ മോഡേൺ ഷോർട്ട് സ്റ്റോറിയുടെ ഫൗണ്ടറായിട്ട് നമ്മൾ കാണുന്നത് എഡ്ഗർ അലൻ പോ ആണ്. അദ്ദേഹം 1833 എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥ തുടങ്ങുന്നതിൻ്റെ 50-60 വർഷങ്ങൾക്ക് മുമ്പേ ചെറുകഥ രൂപപ്പെട്ടിരുന്നു മറ്റു രാജ്യങ്ങളിൽ. ഈ നമ്മുടെ പഞ്ചതന്ത്ര കഥകൾക്കൊപ്പം ഈ ജാതക ടെയിൽസ് അല്ലെങ്കിൽ കഥാസരിത്സാഗരം, ബൃഹത് കഥകൾ ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. BC-യുടെ 200 വർഷം മുതൽ അവിടെ ഗ്രീസിലും മെസപ്പൊട്ടോമിയയിലേക്ക് 2000 വർഷം വരെ പഴക്കമുള്ള കഥകൾ. എന്നാൽ പുതിയ കഥ ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ്, യൂറോപ്പിൽ നിന്ന് തന്നെയാണ്, അമേരിക്കയിലും ആണ്. MT ഒക്കെ വായിക്കാൻ തുടങ്ങിയത് 1930-കളിലാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ വന്നത് തന്നെ 50-കൾക്ക് മുമ്പെയാണ്. അതായത് 22-20 വയസ്സ് അദ്ദേഹം വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോഴാണ് കഥ എഴുത്ത് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കഥകൾ തന്നെ ആദ്യം പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ്, ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പം അദ്ദേഹം വായിച്ചു തുടങ്ങിയത് ആൻറ്റൺ ചെക്കോവ്, ഹെമിംഗ്വേ, മോപ്പസാങ് ഒക്കെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് കഥകൾ വായിച്ചുള്ള പരിചയത്തിൽ നിന്നായിരിക്കാം ചെറുകഥയുടെ പുതിയ ഒരു ഭൂമുഖം ഇവിടെ അദ്ദേഹം നിർമ്മിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ നമുക്ക് ലോകകഥകളുടെ നിലവാരത്തിൽ എത്തിയിട്ടുള്ള ചില കഥകളെ ഓർമ്മിക്കാം. അതിൽ നമ്മുടെ കഥകൾ എവിടെയാണ് നിൽക്കുന്നത് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ലോക കഥാസാഹിത്യം രേഖപ്പെടുത്തുന്ന കുറേ കഥാകൃത്തുക്കളായിട്ട് നമ്മൾ അറിയുന്നത് ഒരു 10 പേരെ നമുക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ ആൻറ്റൺ ചെക്കോഫ് വരും. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകളുണ്ട്. ദ ലേഡി വിത്ത് ദ ഡോഗ്, വാർഡ് നമ്പർ 6, ദ ബെറ്റ് എന്നതൊക്കെയാണ് നമുക്ക് പരിചയമുള്ള കഥകൾ. പിന്നെ അമേരിക്കയിൽ ഹെൻറിയുടെ കഥകൾ ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി, ദ ഗിഫ്റ്റ് ഓഫ് ദ മെജായി എന്നും പറയും. ദ റാൻസം ഓഫ് റെഡ് ചീഫ്, ദ ലാസ്റ്റ് ലീഫ്, ദ കോപ്പൻ ആൻതം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകൾ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്.
പിന്നെ 915 ആന്റൺ ചെക്കോവ് 899 ഓ ഹെൻറി 906. പിന്നെ അടുത്ത് വരുന്നത് കാഫ്ക. ഫ്രാൻസ് കാഫ്കയുടെ മെറ്റമോർഫോസിസ് എന്ന ലോകത്തെ മുഴുവൻ ഇളക്കി മറിച്ച അല്ലെങ്കിൽ കഥാസാഹിത്യത്തിലെ ഒരു പുതിയ ഉണർവുണ്ടാക്കിയതാണ്. നമുക്കറിയാം ദി ഹങ്കർ ആർട്ടിസ്റ്റ് തുടങ്ങിയതൊക്കെ. പിന്നെ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും പ്രിയപ്പെട്ട വാഴ്ത്തപ്പെട്ട കഥാകൃത്ത് മാത്രമല്ല നോവലിസ്റ്റുമാണ് ഗാബ്രിയൽ ഗാർഷിയ മാർക്വേസ്. അദ്ദേഹത്തിന്റെ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നൊരു കഥയുണ്ട്. പിന്നെ ദ ഹാൻഡ്സമസ്റ്റ് ഡ്രൗണ്ട് മാൻ ഇൻ ദ വേൾഡ്. പിന്നെ നമ്മൾ മലയാളികൾക്ക് പരിചിതമായിട്ടുള്ള മാതൃഭൂമിയിൽ വന്നിട്ടുള്ളൊരു കഥയുണ്ട് ഉച്ചമയക്കം. ഇതൊക്കെ അറിയപ്പെടുന്ന കഥകളാണ്. പിന്നെ തൊട്ടടുത്ത കാനഡയിലെ ഏറ്റവും പ്രസിദ്ധിയായ എഴുത്തുകാരിയാണ് ആലിസ് മൺറോ. അവരുടെ ഒരുപാട് കഥകൾ, നീണ്ട കഥകളാണ്, ഏകദേശം 30 പേജുകളൊക്കെ വരുന്നതാണ്. റൺഅവേ, ഹേറ്റ് ഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, കോർട്ട്ഷിപ്പ്, ലവ് ഷിപ്പ്, മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ അവർ എഴുതിയിട്ടുണ്ട്. അവർ കഥകൾ എഴുതി നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആദ്യത്തെ വനിതയാണ്, ആദ്യത്തെ എഴുത്തുകാരിയാണ്. കഥകൾക്ക് അതിനു മുമ്പേ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടില്ല. അപ്പൊ കഥകളിലൂടെ ലോകത്തിന് ചെറുകഥയ്ക്കും നൊബേൽ പ്രൈസിന്റെ അടുത്ത് എത്താം എന്ന് കാണിച്ചവരാണ് അവര്. പിന്നെ അവിടെ JD സാലിംഗ്, റേമണ്ട് കാർവർ, അങ്ങനെ കുറെ പേരുണ്ട്. ഏണസ്റ്റ് ഹെമിംഗ്വേ നോവലിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെയും കഥകളുണ്ട്. ദ സ്നോസ് ഓഫ് കിളിമഞ്ചാരോ, എ ക്ലീൻ വെൽ ലൈറ്റഡ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കഥകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് സ്റ്റീഫൻ ക്രെയിൻ. സ്റ്റീഫൻ ക്രെയിൻ്റെ ദി ഓപ്പൺ ബോട്ട് കഥ ക്യാമ്പുകളിലൊക്കെ കഥ എഴുതി തുടക്കുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന കൂട്ടത്തിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു കഥയാണ്. അപ്പോൾ ഇതാണ് യൂറോപ്പിലെ കഥാന്തരീക്ഷം വളർന്നു വന്നിട്ടുള്ള 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. ഇതൊക്കെ വായിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ എഴുത്തുകാർ തകഴിയും കേശവദേവും MTയും മാധവിക്കുട്ടിയും OV വിജയനും ഒക്കെ കഥ എഴുതാൻ തുടങ്ങിയത് എന്ന് പറയാൻ പാടില്ലെങ്കിലും ഇവരുടെയൊക്കെ സ്വാധീനം, ഇവരുടെയൊക്കെ വായന നമ്മുടെ എഴുത്തുകാരുടെ മനസ്സിനെ വിശാലമാക്കുവാനും പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാനും പുതിയ രീതിയിൽ അവയെ കാണിക്കുവാനും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ലോകകഥയെക്കുറിച്ച് നമുക്കൊരു ചെറിയ ചിത്രം കിട്ടി. ഇവരുടെ വായന നമ്മുടെ എഴുത്തുകാരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, എങ്ങനെ പുതിയ വാതായനങ്ങൾ തുറക്കാനും അതുമാതിരി പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കാനും സാധാരണക്കാരിൽ നിന്ന് അസാധാരണമായിട്ടുള്ള വൈചിത്ര്യങ്ങളുള്ള പാത്രഘടനയെ കണ്ടെത്താനും ഒക്കെ സാധിച്ചു എന്നറിയാം. മലയാളത്തിൽ ആ സമയത്ത് നേരത്തെ പറഞ്ഞ മാതിരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് ഇവിടെ 891 ആദ്യത്തെ കഥ എന്ന് നമ്മളെല്ലാവരും പറയുന്ന വാസനാവികൃതി എഴുതിയത്. അതൊരു നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് വായിച്ചാൽ കഥയാണെന്ന് തോന്നില്ല, ഒരു വിവരണം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് വീണ്ടും നമ്മൾ കഥയെ താലോലിക്കാൻ തുടങ്ങിയത്, എടുത്തു പെരുമാറാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ കഥാചർച്ചകളിലേക്ക് വിഷയമാവാൻ തുടങ്ങിയത് തകഴിയും കേശവദേവും ബഷീറും ഉറൂബും കാരൂറും പത്മനാഭനും മാധവിക്കുട്ടിയും OV വിജയനും ഒക്കെ എഴുതി തുടങ്ങിയപ്പോഴാണ്. അവരുടെ കൂട്ടത്തിലാണ് നമുക്ക് MT കാണേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ശ്രേഷ്ഠമായിട്ടുള്ള കഥകൾ അന്ന് തകഴിയുടെ വെള്ളപ്പൊക്കമൊക്കെയാണ് ഒരുപാട് യോഗങ്ങളിലെ കഥാചർച്ചകളിലെ അല്ലെങ്കിൽ സാഹിത്യവേദികളിലേക്ക് പരാമർശിക്കപ്പെട്ടിട്ടുള്ളൊരു കഥ. ഒരു വെള്ളപ്പൊക്കത്തിലെ ഒരു നായയ്ക്കുണ്ടാകുന്ന ദുരന്തം. അപ്പോൾ മനുഷ്യരുടെ കഥ മാത്രമല്ല, നമുക്ക് മൃഗങ്ങളുടെ കഥയിലൂടെയും മുന്നോട്ട് പോകാമെന്ന് കാണിച്ച ആദ്യത്തെ കഥയാണ്. പഞ്ചതന്ത്രത്തിലൊക്കെ മൃഗങ്ങൾ ധാരാളം വരുന്നുണ്ട്. അത് ഒരു പ്രത്യേക ദൗത്യം പൂരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതങ്ങനെയല്ല. അതുമാതിരി മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മണം, അതൊരു പക്ഷിയുടെ കഥയാണെങ്കിലും അതിലൊരു ജീവിതമുണ്ട്, അതിലൊരു ദുരന്തമുണ്ട്. അങ്ങനെ ദുരന്തമാണ് പലപ്പോഴും നമ്മുടെ കഥകൾക്കൊക്കെ അടിസ്ഥാന വിഷയം. അല്ലെങ്കിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പെട്ടെന്ന് മാഞ്ഞു പോകും. ദുഃഖമാണ് നമ്മെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. ദുഃഖത്തിൽ നിന്നാണ് നമ്മുടെ മനസ്സ് ആർദ്രമാവുന്നതും നവീകരിക്കപ്പെടുന്നതും. അതാണ് വാൽമീകി പണ്ടേ കണ്ണീരിന്റെ കാരണം അന്വേഷിച്ചു പോകുന്നതാണ് കവിത എന്ന് പറഞ്ഞിരിക്കുന്നത്. ബഷീറിന്റെ ഒരുപാട് കഥകളുണ്ട്. ബഷീർ
കഥാകാരനാണ് ശരിക്കും. അദ്ദേഹത്തിൻ്റെ ചെറിയ നോവലുകളേ ഉള്ളൂ, അല്ലെങ്കിൽ വലിയ കഥകളേ ഉള്ളൂ. അദ്ദേഹം കഥയ്ക്ക് ഇവിടെ ഒരു പുതിയ ഭാഷയും ഒരു പുതിയ മുന്നേറ്റവും കാഴ്ചവെച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പൂവമ്പഴം, പോക്കറ്റടിക്കാരൻ തുടങ്ങിയ ഒരുപാട് നല്ല കഥകളുണ്ട്. ഉറൂബും നോവലിസ്റ്റാണ്, എങ്കിലും അദ്ദേഹത്തിൻ്റെ റാച്ചിയമ്മ എന്ന കഥ മലയാള സാഹിത്യത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്നതാണ്, എല്ലാവരും ഓർക്കുന്നതാണ്. കാരൂരാണ് ആദ്യമായിട്ട് ഈ അധ്യാപക കഥകൾ കൊണ്ടുവന്നത്. ഇന്ന് അധ്യാപക കഥകൾ എഴുതുന്ന ഒരുപാട് പേരുണ്ട്. പുതിയ തലമുറയിലെ അക്ബർ കക്കട്ടില്, പി സുരേന്ദ്രൻ, അശോകൻ ചെരുവിൽ ഒക്കെ അധ്യാപക കഥകൾ തുടർന്നു വന്നവരാണ്. പക്ഷെ ആദ്യമായിട്ട് അധ്യാപകന്റെ ദാരിദ്ര്യം, അധ്യാപകന്റെ വലിയ തീക്ഷ്ണമായ ത്യാഗനിർഭരമായ കഥകൾ, വിശക്കുന്ന അധ്യാപകനെയൊക്കെയാണ് ഒരുപാട് കഥകളിലൂടെ കാരൂർ അവതരിപ്പിച്ചിട്ടുള്ളത്. പത്മനാഭന്റെ കഥകൾ നമുക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ മഖൻ സിംഗിന്റെ മരണം, അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിൽ നിന്ന് പിന്തിരിയാൻ ഒരാളെ പ്രേരിപ്പിച്ച വളരെ പ്രശംസനീയമായൊരു കഥയുണ്ടല്ലോ, ഒരു വെളിച്ചവുമായിട്ട് വരുന്ന, അയ്യോ ഞാൻ എൻ്റെ ടൈറ്റിൽ ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ എഴുതുന്ന കഥകളെല്ലാം മലയാളം ഏറ്റെടുത്തിട്ടുള്ള കഥകളാണ്, മലയാളി വായനക്കാരുടെ പ്രിയപ്പെട്ട കഥകളാണ്. ഒ വി വിജയന്റെ ശ്രേഷ്ഠമായ കഥകളെടുത്ത ഒരു കാറ്റ് പറഞ്ഞ കഥ, അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പേ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയിട്ടുള്ള, അദ്ദേഹം നോവലിസ്റ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കഥയാണ് ഒരു കടൽ തീരത്ത് എന്ന കഥ. ഇങ്ങനെയുള്ള കഥകൾ കൊണ്ട് കേരള കഥാരംഗം അല്ലെങ്കിൽ സാഹിത്യരംഗം അതിൻ്റെ കുതിപ്പ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിലാണ് നമുക്ക് MT എന്ന കഥാകൃത്തിനെ കണ്ടെത്തേണ്ടത്. ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം എങ്ങനെയാണ് ചെറുകഥകളുടെ തമ്പുരാൻ അല്ലെങ്കിൽ ചെറുകഥകളുടെ രാജകുമാരൻ എന്നുള്ള പേര് ഈ 20കളിലെ, അദ്ദേഹത്തിന് 22 വയസ്സുള്ളപ്പോഴേ അങ്ങനെ ഒരു പേര് കിട്ടി എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം ജനിച്ചു വളർന്ന കൂടല്ലൂർ ഗ്രാമം, അവിടുത്തെ നായർ തറവാടുകൾ, അതിൻ്റെ അവസ്ഥകൾ, അതിനകത്ത് വിങ്ങിപ്പൊട്ടുന്ന കുറേ കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങളും കുട്ടികളും, ഇവരൊക്കെയാണ് അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തിയത്. വളരെ ദാരിദ്ര്യത്തിൻ്റെ തീരാദുഃഖങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ ചാൾസ് ഡിക്കൻ്റെ നോവലുകളാണ് ഓർമ്മ വരിക. ചാൾസ് ഡിക്കൻ്റെ ആദ്യകാലത്ത് വളരെ ഒലിവർ ട്വിസ്റ്റ്, ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് തുടങ്ങി ഒരുപാട് കൊച്ചുകുട്ടികളുടെ, ഡിക്ക് വിറ്റിംഗ്ടൺ, ഇങ്ങനെയുള്ള കുട്ടികളുടെ കഥകളുണ്ട്. കാരണം അദ്ദേഹം അനുഭവിച്ച ദാരിദ്ര്യം അദ്ദേഹത്തിൻ്റെ നോവലുകളിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ സ്വന്തം ദാരിദ്ര്യം വിറ്റ് കാശാക്കുക എന്നുള്ളതല്ല, ഇങ്ങനെ ഒരു മുഖം കൂടി സാഹിത്യത്തിലേക്ക് പരിചയപ്പെടുത്താനുണ്ട്. അതിനു മുമ്പെയൊക്കെ രാജാക്കന്മാരുടെ കഥകൾ പ്രഭുക്കളുടെ കഥകളായിരുന്നു. എന്നാൽ സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ നിന്ന് തന്നെ കഥയ്ക്കുള്ള ബീജം തേടിത്തുടങ്ങണം എന്ന് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ MTയുടെ ആദ്യകാല കഥകൾ വായിച്ചാൽ നമുക്ക് നായർ തറവാടുകളുടെ ജീർണിച്ച മുഖം, അവിടെ അമ്മാമന്മാർ മുഖത്തിരുന്ന് ആജ്ഞാപിക്കുന്ന കഥകൾ, അകത്തളത്തിൽ പൊട്ടിക്കരയുന്ന മരുമക്കള് അല്ലെങ്കിൽ അനന്തരവന്മാരുടെ കഥകള്, സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്ന കുറേ കഥാപാത്രങ്ങൾ, ഇതൊക്കെയാണ് വളരെ പ്രതിഷേധിക്കുന്ന യുവത്വം ആദ്യമായിട്ട് MT ആണ് കാഴ്ചവെച്ചത്. കേശവദേവിൽ നിന്ന് തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്, എങ്കിലും പ്രക്ഷുബ്ധമായ പ്രതിഷേധം അറിയിക്കുന്ന ഒരു യുവതലമുറയെ ആദ്യമായി പരിചയപ്പെടുത്തിയത് MT ആണ്. അത് പിന്നെ പലരും ഏറ്റെടുത്തു. കാക്കനാടൻ്റെ കഥകളിൽ കാണാം, മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ കഥകളിൽ കാണാം. അങ്ങനെ അത് കൈമാറുകയാണ് ആശയം. അവരുടേതായിട്ടുള്ള സന്ദർഭങ്ങളിലൂടെ പുതിയ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു. പുതിയെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് അവർ മിഴിവ് നൽകി അവതരിപ്പിച്ചു എന്ന് വേണം കരുതാൻ. അപ്പോൾ MT നമുക്ക് ഇങ്ങനെയൊരു കഥാപരിസരത്തിലാണ് ആദ്യം ശ്രദ്ധ നേടിയത് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കഥയാണ്.
ഈ ഇരുട്ടിന്റെ ആത്മാവ് എഴുതുന്ന കാലത്ത് MT നിളകടന്ന് അക്കിത്തത്തിനെ കാണാൻ പോയിരുന്നു എന്നാണ്. എഴുതിക്കഴിഞ്ഞ ആദ്യം കഥ കാണിക്കുന്നത് അദ്ദേഹം അക്കിത്തത്തെ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു കേട്ടതനുസരിച്ച് ഈ കഥ ഇങ്ങനെ ഈ രൂപത്തിലായതും ഇതിന് ഇരുട്ടിന്റെ ആത്മാവ് എന്നൊരു പേര് കണ്ടെത്തിയതും അക്കിത്തമാണ് എന്നാണ്. അപ്പോൾ ഓരോ എഴുത്തുകാരന്റെ രചനയുടെ മുന്നേറ്റത്തിലും മറ്റൊരു വലിയ എഴുത്തുകാരന്റെ മാതൃക ഉണ്ടാവും, അല്ലെങ്കിൽ സഹകരണം ഒക്കെ ഉണ്ടാവും. അത് ഉണ്ടാവണം, അതൊരു സന്ദേശമായിട്ട് നമുക്കും ഏറ്റെടുക്കാം. അപ്പൊ MT അന്ന് തന്നെ വലിയ ഒരു എഴുത്തുകാരന്റെ നിർദ്ദേശത്തിന് കാത്തു നിന്നിരുന്നു. പിന്നീട് സ്വന്തമായ വഴി വെട്ടിത്തെളിയിച്ചപ്പോ സ്വന്തമായിട്ട് അവിടേക്ക് പ്രകാശം പരത്താൻ കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയാണ്. ടി പത്മനാഭന്റെ ഒരു കഥയുടെ പേര് മറന്നുപോയി എന്ന് പറഞ്ഞല്ലോ. അത് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ആദ്യകാല കഥകളിൽ ഒന്നാണ്. അപ്പോൾ പ്രശസ്തരായ എഴുത്തുകാരുടെ 4 or 5 പ്രശസ്തമായ രചനകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്നുള്ളതിൻ്റെയൊക്കെ പരിസരത്തിൽ തൊട്ടടുത്തോ മുകളിലോ ഒക്കെ നിൽക്കാവുന്ന കഥകളാണ് MTയുടെ ഈ ഇരുട്ടിന്റെ ആത്മാവ്. അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, അത് സിനിമയായിട്ടുണ്ട്. ആ കഥാപാത്രത്തെ പ്രാൻനസീറാണ് വളരെ മനോഹരമായി അവതരിപ്പിച്ചത്. അതൊരു കാലഘട്ടത്തിന്റെ, ഒരു ചരിത്രത്തിന്റെ, ഒരു ഇരുട്ടിന്റെ കഥയാണ്. ആ ഇരുട്ടിന്റെ തേങ്ങലാണ്. അതിന് ഇംഗ്ലീഷിൽ സോൾ ഓഫ് ഡാർക്ക്നെസ് എന്നുള്ള പേരിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഓർമ്മിക്കുന്നു. അപ്പോൾ MTയുടെ ആദ്യകാലത്തെ കഥകളെല്ലാം ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് പ്രമീള നായരാണ് എന്ന് നമുക്ക് ഓർക്കാം. മഞ്ഞ് എന്ന വിഖ്യാത കൃതിയടക്കം. നമ്മളിപ്പോൾ ഇവിടെ കഥകളെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ കഥകളിലൂടെ അദ്ദേഹം എന്തൊക്കെ വലിയ എഴുത്തുകാരുടെ കൃതികൾ വായിച്ചിട്ടുണ്ടെങ്കിലും, വിദേശ കൃതികൾ വായിച്ചിട്ടുണ്ടെങ്കിലും അവയുടെ നേരിട്ടുള്ള ഒരു സ്വാധീനവും അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണില്ല. അദ്ദേഹത്തിന്റെ കഥയുടെ അന്തരീക്ഷം കേരളമാണ്, നിളയുടെ തീരമാണ്, കൂടല്ലൂർ ഗ്രാമം തന്നെ ആവാം, അവിടുത്തെ പാടശേഖരങ്ങളാണ്, വരമ്പുകളാണ്, വയലുകളാണ്, ആമ്പൽപ്പൂക്കളാണ്, അവിടെ നടന്നിട്ടുള്ള കളികളാണ്, അവിടുത്തെ യുവാക്കളും കുട്ടികളും വൃദ്ധരുമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. അവരുടെ ജീവിതത്തിൽ നിന്ന് ചില പ്രത്യേക നിമിഷങ്ങൾ കണ്ടെടുത്ത് ആവിഷ്കരിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. മറ്റൊരു കഥാതന്ത്രത്തിനും അദ്ദേഹം കീഴ്പ്പെട്ടിട്ടില്ല. മറ്റൊരു എഴുത്തുകാരന്റെ സ്വാധീനത്തിലും അദ്ദേഹം മുന്നോട്ട് പോയിട്ടില്ല. തികച്ചും കേരളീയമായ അന്തരീക്ഷത്തിൽ ഒരു മലയാളിയുടെ വീക്ഷണത്തോടെയാണ് അദ്ദേഹം കഥകൾ രചിച്ചത്. ഒരുപക്ഷെ അവസാനം എഴുതിയിട്ടുള്ള ഷെർലോക്ക് എന്ന കഥയ്ക്ക് മാത്രമാണ് നമുക്കൊരു മാറ്റം, തികച്ചും മലയാളയുടെ അന്തരീക്ഷത്തിൽ നിന്ന് വേറിട്ട് അപ്പോഴും അതിൽ മലയാളത്തിന്റെ ഹൃദയം തുടിക്കുന്ന രംഗങ്ങളുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ഇങ്ങനെ ഓപ്പോൾ പല കഥകളിലൂടെയും അദ്ദേഹം നമുക്ക് വെളിച്ചം നൽകിയിട്ടുണ്ട്. ചെറുകഥയെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പേരാണ് മോപ്പസാങ്. ചെറുകഥയുടെ പിതാവ് എന്ന പേര് അദ്ദേഹത്തിനാണ് ചാർത്തി കൊടുത്തിരിക്കുന്നത്. മോപ്പസാങ് ഏകദേശം 300ഓളം ചെറുകഥകൾ എഴുതിയതായാണ് അറിവ്. അദ്ദേഹത്തിന്റെ ചെറുകഥകൾ യൂറോപ്പിലെ എല്ലാ സ്കൂളുകളിലും എല്ലാ കലാശാലകളിലും പഠന വിഷയമായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും മോപ്പസാങ്ങിന്റെ നെക്ലസ് പരിചയമില്ലാത്ത ആരുമില്ല. നമ്മളൊക്കെ അത് ഉപപാഠകൃതിയായിട്ട് പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രിയിലും. എന്നാൽ ഇതിനൊക്കെ പുറമെ നമ്മൾ ചെക്കോവിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ, അല്ലെങ്കിൽ O. ഹെൻറിയിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പേ ലോകം ചെറുകഥയുടെ ആചാര്യനായിട്ട് അംഗീകരിച്ചിട്ടുള്ള മോപ്പസാങ് ആണ് മലയാള കഥയെയും ഒരു വലിയൊരളവ് വരെ സ്വാധീനിച്ചിട്ടുള്ളത്. നമ്മുടെ എഴുത്തുകാരെല്ലാം, അത് ടി പത്മനാഭനാവട്ടെ, MT വാസുദേവൻ നായരാവട്ടെ, മാധവിക്കുട്ടിയാവട്ടെ, OV വിജയനാവട്ടെ, ആരായാലും ശരി, മോപ്പസാങ്ങിനെ വായിക്കാത്ത
അല്ലെങ്കിൽ ഉൾക്കൊള്ളാത്ത അല്ലെങ്കിൽ സ്വാധീനം ഇല്ലാത്ത ഒരു എഴുത്തുകാരനുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അദ്ദേഹം ലോക ചെറുകഥയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം ചെറുകഥ എഴുതിയിട്ടുള്ള ഒരാൾ അദ്ദേഹമായിരിക്കാം. അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തു വന്നത് ഏകദേശം 300 ചെറുകഥകളാണ്. നമ്മുടെ കേരളത്തിൽ അതിലും അധികം ചെറുകഥകൾ എഴുതിയിട്ടുള്ള കുറെ പേരുണ്ട്. പക്ഷേ അവർ പലരും കഥാകൃത്തുക്കളായിട്ട് പോലും പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. നോവലിസ്റ്റുകൾ എന്ന നിലയിലായിരിക്കും. കഥയുടെ എണ്ണത്തിലല്ല, കഥാസാഹിത്യത്തിന് അതിൻ്റെ വളർച്ചയ്ക്ക് ചെയ്തിട്ടുള്ള സംഭാവനയുടെ പേരിൽ നമ്മൾ ഏറ്റവും ആദ്യം ഓർക്കുന്നത് മോപ്പസാങ്ങിനെയാണ്. അദ്ദേഹത്തിൻ്റെ ദ നെക്ലസ്, ദ ബാൾ ഓഫ് ഫാറ്റ് എന്ന ചെറുകഥകൾ ലോകപ്രശസ്തങ്ങളാണ്. അദ്ദേഹം നോവലുകളും എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വിഷയം ചെറുകഥയായതുകൊണ്ട് ചെറുകഥയ്ക്ക് മോപ്പസാങ് ചെയ്തിട്ടുള്ള സംഭാവന ഓർക്കാതെ കടന്നു പോകുന്നത് ശരിയല്ല. ഏത് നാട്ടിലെ എഴുത്തുകാരനായാലും അയാൾ ചെറുകഥ എഴുതുന്നുണ്ടെങ്കിൽ മോപ്പസാങ്ങിൻ്റെ 10 കഥയെങ്കിലും വായിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നമുക്കും മോപ്പസാങ്ങിൻ്റെ കഥകളെ സ്പർശിക്കാതെ കടക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൂടി ഈ തരുണത്തിൽ പറയട്ടെ. ഇപ്പോൾ ഈ ലോകകഥയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ മലയാളത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഇന്ത്യൻ കഥകളെക്കുറിച്ചും ഒന്ന് തൊട്ട് കടന്നു പോവാം. ഇന്ത്യയിലെന്ന് ഏറ്റവും അറിയപ്പെടുന്ന കഥാകൃത്തും നോവലിസ്റ്റും ചിത്രകാരനും സംഗീതജ്ഞനും ഒക്കെ ആയിട്ടുള്ളത് ടാഗോറാണ്. കവിയും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കാബൂളിവാല എന്നുള്ള, ആദ്യം അതൊരു കഥയായിരുന്നു, പിന്നെ അതൊരു നാടകമായി മാറുകയാണ്. നമ്മളത് 2 രൂപത്തിലും മലയാളത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ കാബൂളിവാല എന്ന കഥ അതിമനോഹരമായ കഥയാണ്. അതായത് കരഞ്ഞുകൊണ്ട് ചിരിക്കാനും ചിരിച്ചുകൊണ്ട് കരയാനും പറ്റുന്ന ഒരു കഥയാണ്. ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണ്. ഈ കൊച്ചുകുട്ടിയുടെ പരിചയത്തിൽ വരുന്ന ഒരു കാബൂൾക്കാരൻ, വിൽപ്പനക്കാരൻ്റെ, പെഡ്ലറുടെ കഥയാണത്. അത് ഇന്ത്യയിലെ വായനക്കാരെ മുഴുവൻ സ്പർശിച്ചു എന്നുള്ളത് ൻ്റെ തെളിവാണ്. ആ കഥ ഇവിടെ 18 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു എന്നാണ്. കേരളത്തിൽ തന്നെ, മലയാളത്തിൽ തന്നെ അത് 2 രൂപത്തിൽ വന്നു. അത് നാടക രൂപത്തിൽ തന്നെ പല സ്റ്റേജുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ ഭാരതീയ കഥ, ഭാരതീയ സാഹിത്യത്തിലെ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട കഥയായിട്ട് ടാഗോറിൻ്റെ ഈ കാബൂളിവാല സ്ഥാനം പിടിക്കുന്നു. പിന്നെ ഒരുപാട് നല്ല എഴുത്തുകാർ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബിലും ഹിന്ദിയിൽ പ്രേംചന്ദിൻ്റെ കഥകളൊക്കെ സിനിമകളായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദി പോസ്റ്റ് മാസ്റ്റർ എന്നൊരു കഥ അന്നത്തെ ഹിന്ദി പുസ്തകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച 10ാം ക്ലാസ്സിലെയും പ്രീ ഡിഗ്രിയിലെയും ഒക്കെ പുസ്തകങ്ങളിലുണ്ട്. പ്രേംചന്ദ് വളരെ അറിയപ്പെടുന്ന ഒരു കഥാകൃത്തായിരുന്നു. ബംഗാളിലും നോവലുകൾക്കൊപ്പം തന്നെ നല്ല നല്ല കഥകളും ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട നോവലിസ്റ്റുകളും പ്രധാനപ്പെട്ട കഥാകൃത്തുക്കളും കൂടിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്കും ഈ ലോകകഥകളുടെ മാതൃകയിലുള്ള നല്ല നല്ല കഥകൾ വന്നിട്ടുണ്ട്. അത് അധികവും വന്നിട്ടുള്ളത് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിന്നാണ്. അതായത് ഇവിടുത്തെ വിശപ്പ്, ബംഗാളിൻ്റെ വിഭജനം, ബംഗാളിലെ ഫാമിൻ, അവിടെ ഉണ്ടായിട്ടുള്ള ആ ദാരിദ്ര്യത്തിൻ്റെ ദുരന്തങ്ങളാണ് അവരുടെ നല്ല കഥകൾക്കും നല്ല നോവലുകൾക്കും നല്ല സിനിമകൾക്കും ഒക്കെ കാരണമായിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബിലും അവിടെ വിഭജനത്തിന് ശേഷം അത്
47 ശേഷമാണ്. പഞ്ചാബിലും ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള കഥകൾ ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബ് കഥകളും നോവലുകളും ഒക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ലോകകഥ വളരുന്നതനുസരിച്ച്, അതായത് ഫ്രാൻസിലും ജർമ്മനിയിലും റഷ്യയിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ കഥാസാഹിത്യം വളരുന്നതനുസരിച്ച് അതിൻ്റെ മാറ്റൊലികൾ ഭാരതത്തിലും പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല, ചൈനയിലെയും ജപ്പാനിലെയും സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ അറിയണം. ചൈനീസ് കഥകളും ജാപ്പനീസ് കഥകളും ടോട്ടോചാൻ കഥകളും അടക്കം പല കഥകളും, പല ജാപ്പനീസ് സാഹിത്യവും അന്ന് ഭാരതത്തിലേക്ക്, മലയാളത്തിലേക്ക് അടക്കം തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കഥയെയും വളരുവാൻ സഹായിച്ചിട്ടുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയും നോവലുകളിലൂടെയും സിനിമാ പ്രവർത്തനങ്ങളിലൂടെയും, സിനിമയുടെ സ്ക്രീൻ പ്ലേ മുതൽ അതിൻ്റെ സംവിധാനം, എല്ലാ രംഗങ്ങളിലും ശോഭിച്ചിട്ടുള്ള ഒരു വലിയ കലാകാരൻ, ഒരു ബഹുമുഖ പ്രതിഭ എന്നുള്ള പേരിൽ അദ്ദേഹം എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന് വേണ്ടി സഹൃദയർ, സുമനസ്സുകൾ ഇതുപോലെയുള്ള യോഗങ്ങൾ കൂടുന്നതും ഇതുപോലെയുള്ള സ്മാരക പ്രഭാഷണങ്ങൾ ഏർപ്പെടുന്നതും. അപ്പോൾ അദ്ദേഹം 91 വയസ്സിലാണ് നമ്മെ വിട്ടുപോയത്. 20 വയസ്സ് മുതൽ അദ്ദേഹം എഴുതി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിന് 70 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ട്. ഇത് കേരള സാഹിത്യ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ദീർഘമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇത്രയും നീണ്ട കാലയളവിൽ ഭാഷയെ നന്നാക്കിയെടുക്കുവാൻ, അതിനെ നവീകരിക്കുവാൻ, ഭാഷയുടെ പുതിയ ഭാവുകത്വത്തിന് നേതൃത്വം കൊടുക്കാൻ മറ്റൊരു എഴുത്തുകാരന് സാധിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ഏതു മുക്കിലും മൂലയിലും ഉള്ളവർക്കും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല MT. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടത് ഞങ്ങളുടെയൊക്കെ യോഗങ്ങളിലെ മുഖ്യാതിഥിയായിട്ടും മുഖ്യ പ്രഭാഷകനായിട്ടുമാണ്. അദ്ദേഹം പങ്കെടുക്കാത്ത വാർഷികോത്സവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം വന്നു ചേരാതെ, അദ്ദേഹം വിശിഷ്ടാതിഥിയായി എത്താത്ത ലൈബ്രറി ഉദ്ഘാടനങ്ങൾ അല്ലെങ്കിൽ കലാസമിതികളുടെ പ്രവർത്തന യോഗങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതായത് മലബാറിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക കലാസമിതികളിലും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രാമത്തിന് തൊട്ടടുത്ത് 4 സ്കൂളുകളിലും അദ്ദേഹം എത്തിയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് തൃക്കളങ്ങോട് സ്കൂളിലും, കോളേജിൽ പഠിക്കുന്ന സമയത്ത് NSS കോളേജിലും, പിന്നെ മൈസൂരിൽ പഠിക്കുന്ന സമയത്ത് മൈസൂരിലെ റീജിയണൽ കോളേജിലും MTയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഇപ്പോഴും വളരെ മധുരമായ ഒരു ഓർമ്മയാണ്. അപ്പോൾ അദ്ദേഹം ഓരോ സ്കൂളിൽ ചെല്ലുമ്പോഴും, ഓരോ കലാസമിതിയിൽ പങ്കെടുക്കുമ്പോഴും കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ആദ്യമായി ചെക്കോവിൻ്റെ ദ ബെറ്റ് എന്ന കഥ കേട്ടത്. അത് പാഠപുസ്തകങ്ങളിൽ എത്തുന്നതിന് മുമ്പേ, ഒരു 40-50 വർഷം മുമ്പേ MT ക്ലാസ് മുറികളിൽ അല്ലെങ്കിൽ വായനശാല യോഗങ്ങളിൽ ഇവിടുത്തെ കേരളത്തിൽ അങ്ങനെ ഒരുപാട് കഥകൾ അദ്ദേഹം വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 കഥകൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന് ദ ലാസ്റ്റ് ലീഫ്, അവസാന ഹെൻറിയുടെ കഥ. ദി ബെറ്റ് എന്ന ചെക്കോവിൻ്റെ കഥ. അതേമാതിരി ടോൾസ്റ്റോയുടെ ദ ഡെത്ത് ഓഫ് ഇവാൻ ഇലിയച്ച്. അത് കഥ മുഴുവനൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ അതിലേക്ക് ഞങ്ങളെ അദ്ദേഹമാണ് അന്ന് വഴി തുറന്നത്. അതുപോലെ പല പുസ്തകങ്ങൾ വായിക്കാനും അദ്ദേഹമാണ് പ്രചോദനം തന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വാർഷികത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്, സ്ത്രീകൾക്ക് ചോര കണ്ടാൽ തലക്കറക്കം സംഭവിക്കില്ല, അവരത് എല്ലാ മാസവും കാണുന്നതാണ് എന്നാണ് ഒരെഴുത്തുകാരി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ എഴുത്തുകാരി ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീകളുടെ വിഷമങ്ങളെക്കുറിച്ച് എത്രയോ മുമ്പേ ചിന്തിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരി ഇവിടെ ഈ സ്ത്രീപക്ഷ രചനകളൊക്കെ വരുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു വാക്യം ഒരു നോവലിൽ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പിന്നെ ഞങ്ങൾ അതിൻ്റെ പിറകെ നടന്നു. അവസാനം കണ്ടെത്തി അത് പേൾ എസ്ബക്കിന്റെ ഗുഡ് എർത്ത് എന്ന നോവലിലെ ഒരു വാക്യമാണെന്ന്. അങ്ങനെ ഒരു വാക്യത്തിലൂടെ ഒരു നോവലിസ്റ്റിലേക്കും ഒരു നോവലിലേക്കും അദ്ദേഹം അന്നത്തെ യുവതലമുറയെ നയിച്ചു.
അവർക്ക് പുതിയ ലോകങ്ങൾ കണ്ടെത്താൻ, പുതിയ എഴുത്തുകാരെ പരിചയപ്പെടുത്താൻ ഒക്കെ അദ്ദേഹമാണ് മുന്നിൽ നിന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അറിയില്ല, മാർക്വേസിന്റെ ഒരു കഥ അദ്ദേഹം മാതൃഭൂമിയിലെ പത്രാധിപരായിരിക്കുമ്പോഴാണ് വന്നത്. ഉച്ചമയക്കം. അതോ ഇനി അദ്ദേഹം പോയ ശേഷമാണോ അറിയില്ല. അതായത് അദ്ദേഹത്തിന് ഈ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തെ ഹെമിംഗ്വേയൊക്കെ മലയാളത്തിന് പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ തന്നെ ഹെമിംഗ്വേ പ്രധാന കഥാപാത്രമായി വരുന്നുണ്ട്. കാഥിയന്റെ പണിപ്പുര എന്നുള്ളത്. എങ്ങനെയാണ് കഥ എഴുതേണ്ടത്, ഏത് മുഹൂർത്തങ്ങളാണ് കഥയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ കഥാപാത്രങ്ങളെ കണ്ടെടുത്തേണ്ടത്. ജീവിതത്തിൽ എത്രയോ കഥാപാത്രങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സവിശേഷത ഉള്ളതായ ഒരു കഥാപാത്രത്തെ എങ്ങനെ കണ്ടെത്തും, ആ കഥാപാത്രത്തെ എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്, അതിലൂടെ നമ്മൾ കൈമാറാൻ ശ്രമിക്കേണ്ടത് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രകൾ പോലും നമുക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹവും എൻ വി കൃഷ്ണവാര്യരും കൂടി നടത്തിയിട്ടുള്ള യാത്രകൾ അത് വെറും ട്രാവലോഗല്ല. കുറെ സ്ഥലങ്ങളുടെ പേരോ വർഷങ്ങളുടെ പേരോ അവിടെ കണ്ട കുറെ ബിൽഡിങ്ങുകളുടെ പേരോ മാത്രമല്ല. അവിടെയെല്ലാം ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ആ ജീവിതത്തിൽ നിന്ന് എന്ത് സന്ദേശമാണ് നമുക്ക് ലഭിക്കാനുള്ളത്, ആ സന്ദേശം നമ്മെ എങ്ങനെയാണ് പ്രകാശത്തിലേക്ക് വീണ്ടും നയിക്കുക, അല്ലെങ്കിൽ കൂടുതൽ നല്ല പ്രകാശത്തിലേക്ക് എങ്ങനെ എത്തിക്കും, ഇങ്ങനെ മലയാളി വായനക്കാരെ ഉണർത്തുന്നതിലും ഉണർന്നവരെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുവാനും അദ്ദേഹത്തിന്റെ യാത്രകളും കഥകളും നോവലുകളും സിനിമകളും നമ്മെ സഹായിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായും പറയാം. അപ്പോ അദ്ദേഹത്തിന്റെ കഥാപ്രപഞ്ചത്തിലെ വിശിഷ്ട കഥകള് പല മടക്കുകളിലായിട്ട്, പല അടുക്കുകളിലായിട്ട് സമാഹരിച്ചിട്ടുണ്ട്. ഒരുപാട് കഥകൾ. ഞാനൊക്കെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ, അതായത് 60കളുടെ ആദ്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത കഥകളുടെ സമാഹാരം വന്നിരുന്നു. തിരഞ്ഞെടുത്ത കഥകളുടെ വലിയ ഒരു സമാഹാരം വന്നിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ചിന്താഗ്രസ്തനായി താഴോട്ട് നോക്കി നിൽക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഉണ്ടായത്. അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് കാണുമ്പോൾ, ആ പുസ്തകം കാണുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ കഥകള് കുട്ടിയേട്ടത്തിയോ, ഓപ്പോള്, ഇരുട്ടിന്റെ ആത്മാവ്, നിന്റെ ഓർമ്മയ്ക്ക് എന്നിതൊക്കെ മനസ്സിലൂടെ കടന്നുപോകും. ആ കഥകളുടെ മാധുര്യമാണ് നമ്മളെ ഇപ്പോഴും വായിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. നല്ല 10 കഥകൾ വായിച്ചാൽ നമുക്ക് വീണ്ടും കഥകൾ വായിക്കണമെന്ന് തോന്നും. ഒരുപക്ഷെ 10ഓ 100ഓ കഥകൾ വായിച്ചാൽ ഒരു കഥയെങ്കിലും എഴുതി നോക്കണമെന്ന് തോന്നും. അപ്പോൾ വായനയിലൂടെയാണ് നമ്മുടെ എഴുത്ത് ശക്തിപ്പെടുത്തുന്നത് എന്നുള്ളതിന് അദ്ദേഹം തന്നെ ഒരു മികച്ച ഉദാഹരണമാണ്. കാരണം കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വായനക്കാർ എൻ പി മുഹമ്മദും എം ടി വാസുദേവൻ നായരും ആയിരുന്നു. അവർ അന്യോന്യം കണ്ടെത്തുന്ന പുസ്തകങ്ങൾ കൈമാറിയിരുന്നു, പുതിയ പുസ്തകങ്ങളിലേക്ക് അന്യോന്യം സഹായിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കോഴിക്കോടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. സുഹൃത്തുക്കളിൽ നിന്നും സഹയാത്രികരിൽ നിന്നുമൊക്കെ നമുക്ക് അറിഞ്ഞു കിട്ടുന്നത് എം ടിയുടെ ഈ ഒരു ദിവസവും അദ്ദേഹം ഒരു പുസ്തകം വായിക്കാതെ ഇരുന്നിട്ടില്ലെന്നാണ്. ഒരു ദിവസത്തിൽ 3 പുസ്തകം വരെ വായിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എം ടി ഇന്ന് കഥാവശേഷനായിരിക്കുകയാണ്. കഥകളിലൂടെ നമ്മെ എല്ലാം സ്വാധീനിച്ച, കഥകളിലൂടെ നമ്മെ എല്ലാം ഉണർത്തിയ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പുതിയ വഴിയും വെളിച്ചവും ഒക്കെ കൊണ്ടുവന്ന എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ ഓരോ കഥയിലൂടെയും ഒരു പുതിയ അധ്യായം നമുക്ക് വായിക്കാൻ വേണ്ടി ബാക്കി വെച്ച അദ്ദേഹം ഇന്ന് നടന്ന തിരശ്ശീലയ്ക്ക് പിറകിലെത്തിയിരിക്കുന്നു. ഇനി ഇവിടെ അവശേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ കഥകളും നോവലുകളും സിനിമകളുമാണ്. അപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനൊരു എഴുത്തുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇത്രയും കാലം നമുക്ക് വേണ്ടിയാണ് അദ്ദേഹം വായിച്ചതും എഴുതിയതും ഒക്കെ നമുക്ക് മനസ്സിലാകാം. നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നമുക്ക് എഴുത്തിന്റെ കഥ പറയുമ്പോൾ, എഴുത്തുകാരന്റെ കഥ പറയുമ്പോൾ ആദ്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് എം ടി ആണ് എന്നറിയാം. ഇന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നല്ലതായും ചീത്തതായും പുറത്തു വന്നിരിക്കുന്നു. എഴുത്തിലൂടെയും യൂട്യൂബിലൂടെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില രഹസ്യങ്ങൾ, ചില മറച്ചു വെക്കപ്പെട്ട അധ്യായങ്ങൾ, ചില കടുത്ത തീരുമാനങ്ങളുടെ അല്ലെങ്കിൽ സങ്കടങ്ങളുടെ കഥകളൊക്കെ, അതെല്ലാം നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാനുള്ളതല്ല. കാരണം അങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ എല്ലാ വലിയ എഴുത്തുകാരുടെ കാര്യത്തിലും ഉണ്ടായിരിക്കും. ഞാൻ ഓർക്കുന്നത് ജൂലിയസ് സീസറിലെ ആന്റണി പറയുന്ന ഒരു വാക്കുണ്ട്, ദ ഈവിൾ ദറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം
ബട്ട് ദ ഗുഡ് ഈസ് ഓഫൺ ഇന്റേർഡ് വിത്ത് ദ ബോൺസ്. അപ്പൊ നന്മകളെല്ലാം മരണത്തോടെ എല്ല് കരിഞ്ഞു പൊടിയാവുന്നതോടെ നശിക്കുന്നു, തിന്മകൾ ബാക്കിയാവുന്നു എന്നാണ് ആന്റണി അന്ന് സൂചിപ്പിച്ചത്. എന്നാൽ ലോകം പ്രഖ്യാപിക്കുന്നത് നേരെ വിപരീതമാണ്. ഒരു വലിയ മനുഷ്യൻ മരിക്കുമ്പോൾ അതുവരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ചില ചെറിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതെല്ലാം മറക്കപ്പെടുന്നു. അദ്ദേഹം നമുക്ക് കാഴ്ചവെച്ച നന്മകളുടെ കഥകൾ, നന്മകളുടെ വാതിലുകൾ തുറന്നു തന്നെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിന്ന് വലിയ എഴുത്തുകാരായിട്ട് കരുതുന്ന ആരെയും, ടോൾസ്റ്റോയ് മുതൽ ഇവരെല്ലാം വലിയ വലിയ എഴുത്തുകാരാണ്. അവരുടെ എല്ലാം ജീവിതത്തിലും ചെറിയ ചെറിയ പാളിച്ചകൾ ഉണ്ടായിരിക്കും. അതല്ല നമുക്ക് കൊട്ടിഘോഷിക്കേണ്ടത്. അവരുടെ വലിയ പുസ്തകങ്ങളിലൂടെ അവർ കാഴ്ചവെച്ച വലിയ ലോകങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. വ്യക്തിപരമായിട്ട് അവർക്ക് സംഭവിച്ചിട്ടുള്ള ചില പാളിച്ചകൾ നമുക്ക് ക്ഷമാപൂർവം മറന്നു കളയാം. നന്മകളിലേക്ക് നയിക്കുന്ന നല്ല വാക്കുകളുടെ പിറകെ നമുക്ക് പോകാം. അങ്ങനെ MT കാണിച്ചിട്ടുള്ള നന്മയിലേക്ക് അദ്ദേഹത്തിന്റെ കഥകളിലൂടെ, നോവലുകളിലൂടെ ഒക്കെ നമുക്ക് കടന്നു പോകാം. സിനിമയിലും അദ്ദേഹം പുതുതായി നമുക്ക് കാഴ്ചവെച്ചിട്ടുള്ള ചില പ്രമേയങ്ങളെ പുതുക്കി പണിതിട്ടുള്ള പാരമ്പര്യാധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം പുതിയ തൂലികയുടെ ചലനം കാഴ്ചവെച്ചിട്ടുള്ള നിറയെ മുഹൂർത്തങ്ങളുണ്ട്. അതൊക്കെയാണ് ഒരു എഴുത്തുകാരിൽ നിന്നും പഠിക്കാനുള്ളത്. ഒരു എഴുത്തുകാരൻ കാലത്തിന് കാഴ്ചവെച്ചിട്ടുള്ളത്. അങ്ങനെ കാലം എന്ന കൃതിയുടെ കർത്താവായ MT കാലാതീതനാണ്. കാലത്തിനും കഥയ്ക്കും ചരിത്രത്തിനും അപ്പുറത്തേക്ക് നടന്നു പോകുന്നു എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെയുള്ള ഒരു മഹാ സാഹിത്യകാരന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വന്ദനം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഓർമ്മിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളിൽ ഒരു വലിയ എഴുത്തുകാരൻ ബാക്കി വെച്ചുപോയ അക്ഷരങ്ങളുടെ നന്മയിലും കുളിർമയിലും സ്വയം സമാധാനിക്കാം. അത് നാളേക്കുള്ള വെളിച്ചമാവുമെന്ന് പ്രത്യാശിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം.